ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിന്ന് അറിയാം, എന്നാലും ഇരിക്കട്ടെ. വിഷു ഒക്കെ അല്ലേ, നല്ല ബിസി ആയിരുന്നു. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു ഗൈസ്. എനിവേ ഹാപ്പി വിഷു ടു ഓൾ. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തായാലും വിഷു സ്പെഷ്യലാണ്. തലേ ദിവസം രാത്രി തന്നെ കണിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അതിരാവിലെ 3:40 അങ്ങനെ എണീറ്റ് വിഷുക്കണിയൊക്കെ കണ്ടു. ബ്രദറാണ് എല്ലാവരെയും കണി കാണിച്ചത്. അവൻ രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഓരോരുത്തരെയും കണ്ണൊക്കെ പൊത്തിയിട്ട് കാണിച്ചു കൊടുത്തു. കണി വിഷുക്കൈനീട്ടമൊക്കെ കിട്ടി. അങ്ങനെ കണിയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിറയെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാവിലെ തന്നെ എഴുന്നേറ്റില്ലേ, അപ്പോൾ അതിൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണവും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ കിടക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ കമ്പിത്തിരിയും പൂത്തിരിയും കുറച്ച് എല്ലാം എടുത്ത് കത്തിച്ചു. ഉറക്കത്തിൻ്റെ ക്ഷീണം എല്ലാം പടക്കം പൊട്ടിച്ചപ്പോൾ അതങ്ങ് മാറിക്കിട്ടി. പിന്നെ കുറേ ആളുണ്ടായിരുന്നു, ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. മുറ്റത്തിരുന്ന് എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. മുടി കളയാൻ വേണ്ടിയിട്ട് പുറത്തെ ഡോറ് തുറന്നിയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സ്കൈ ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ ഇത്ര നേരത്തെ എഴുന്നേക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകളൊന്നും കാണാറുമില്ല. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. സണ്ണിൻ്റെ ആ ഒരു വെളിച്ചമൊക്കെ വന്നപ്പോൾ, ഉദിച്ച് വരുമ്പോഴുണ്ടാകുന്ന ഈ ഒരു വെളിച്ചമൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടുത്തുള്ള അമ്പലത്തിലെ പാട്ടും പിന്നെ കിളികളുടെ സൗണ്ടും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ആംബിയൻസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു. വിഷുക്കോടിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ. പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി. ആദ്യം പോയത് കുടുംബക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു അമ്പലത്തിലേക്ക് പോയി. രണ്ടാമത് പോയ അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. നല്ല ഉപ്പുമാവും കാപ്പിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ അമ്പലത്തിലെ കൈനീട്ടം കൂടെ മേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോൾ കുറച്ച് കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോയി അച്ഛമ്മയെ കാണാൻ. ഇതൊന്നും ഇങ്ങോട്ട് നോക്കിയേ. അച്ഛമ്മേ. പിന്നെ അച്ഛമ്മനെ കണ്ട് സംസാരിച്ച് പിന്നെ കുറേ നേരം നമ്മൾ കോനാലിരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പിന്നെ മുറ്റത്തൊന്ന് ഇങ്ങനെ നടന്ന് കളിച്ച് പറമ്പിലൊക്കെ കയറി ചക്കയും മാങ്ങി എന്തെല്ലോ വറക്കുന്നുണ്ട്. അമ്പായം കിട്ടി. ഇവളെക്കുറിച്ച് പറഞ്ഞില്ല അല്ലേ. ഇവളാണ് ഞങ്ങളുടെ പെറ്റ്. ഇവളുടെ പേര് ലൈക്ക എന്നാണ്. ബ്രീഡ് വരുന്നത് ബീഗിളാണ്. ആൾ അടിപൊളിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടികൾ. ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ തറവാടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇരുട്ടാണ് മൊത്തത്തിൽ, വെളിച്ചമൊന്നുമില്ല. തറവാട് അല്ലേ, പഴയ വീടല്ലേ. പണ്ടത്തെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുറികളാണ് ഉണ്ടാവല്ലേ. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. മൊത്തം പലകയാണ് മൊത്തത്തിലുണ്ടാവുക. പിന്നെ ഞങ്ങൾ ലൈക്കിനെയും കൂട്ടിയിട്ട് പറമ്പ് മൊത്തം നടന്ന് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വന്ന്, ലൈക്കിൻ്റെ ഫാൻസ്, ലൈക്കിനെ കാണാനായിട്ട്. പിന്നെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനമൊന്നും ഒന്നും വെറുതെ വിട്ടിട്ടില്ല. പുളി ആയിക്കോട്ടെ, അമ്പായ ആയിക്കോട്ടെ, ഒന്നും പറ്റിയില്ല ഇതുവരേക്കും.
ലൈക്ക് എവിടെ? ലൈക്ക ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വിഷുവൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.